ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ഫുൾ ചിക്കൻ എങ്ങനെയാണ് വളരെ കുറച്ച് മാത്രം എണ്ണയിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ നമുക്ക് ഗ്രില്ല് ഇല്ല അങ്ങനെയുള്ള വിഷമങ്ങളൊന്നും വേണ്ട. നല്ല ടേസ്റ്റി ആയിട്ട് ഗ്രിൽ ചിക്കനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവട്ടെ. ഈ ഒരു ചിക്കൻ്റെ മസാലയും ഒക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. 1 കിലോൻ്റെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഉൾഭാഗമൊക്കെ നല്ലതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം ചെറിയതായിട്ട് ഇങ്ങനെ ആ ബ്രസ്റ്റ് പീസിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. മസാലക്കുള്ളിലോട്ട് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അടുപ്പിച്ച് വരിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ചിക്കനിലേക്ക് പുരട്ടാനുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് കുറച്ച് കറിവേപ്പില, വലിയ 4 അല്ലി വെളുത്തുള്ളി, ചെറിയ അല്ലി ആണെന്നുണ്ടെങ്കിൽ ഒരു 8-10 എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി ഒരു 5-6 എണ്ണം എടുക്കുക. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഞാനിവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ആദ്യം ഒരു മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ്. പിന്നെ വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മളിതിൽ എക്സ്ട്രാ ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര ഒരു 1/4 ടേബിൾ സ്പൂൺ ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് നല്ല പേസ്റ്റ് ആക്കി ഇതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് നോക്കി ഉപ്പ് കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ മസാലകളിൽ നമുക്ക് എന്തോരം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഈ മസാലക്കൂട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ വരഞ്ഞു കൊടുത്തിട്ടുള്ള ചിക്കൻ്റെ ആ ബ്രസ്റ്റിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ആ ബ്രസ്റ്റ് പീസിൽ നന്നായിട്ട് മാംസമുള്ള ആ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ നമ്മൾ അടുപ്പിച്ച് കുറേ വരഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ്. അത്രയും നന്നായിട്ട് ആ മാംസത്തിൻ്റെ ഉള്ളിലോട്ട് മസാലയൊക്കെ പിടിച്ചു കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടായിരുന്നു വരഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒന്ന് അടുപ്പിച്ച് കുറച്ചധികം വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അങ്ങനെ നമ്മൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാലയൊക്കെ പുരട്ടി കൊടുക്കുക. പിന്നെ ലെഗ് പീസിലും നമ്മൾ ചെറുതായി ഒന്ന് വരഞ്ഞു കൊടുക്കുക. പിന്നെ വേണ്ടത് ഉൾഭാഗത്താണ്. ചിക്കൻ്റെ ഉൾഭാഗത്ത് എല്ലിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. അപ്പോഴാണ് ആ എല്ലിൻ്റെ അവിടേക്കൊക്കെ മസാല നന്നായിട്ടായി നമ്മുടെ ചിക്കൻ റെഡിയാക്കി വരുമ്പോൾ ഫ്രൈ ആയിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ഫുൾ ചിക്കനും നമ്മൾ മസാലയൊക്കെ നല്ലതുപോലെ പുരട്ടി നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഫുഡ് കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഫുഡ് കളറൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഭംഗി ഉണ്ടായിരിക്കും കാണാൻ. പക്ഷേ നമ്മളിപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ അങ്ങനെ ഫുഡ് കളർ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം ഞാൻ കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്കിലും അത്യാവശ്യം നല്ലൊരു കളർ നമ്മുടെ ചിക്കന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ മസാലയൊക്കെ നല്ലതുപോലെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നൂല് വെച്ചിട്ട് ആ 2 ലെഗും ചെറുതായി ഒന്ന് കെട്ടി കൊടുക്കാം. അപ്പോൾ അത് കെട്ടി കൊടുക്കുന്നത് വേറെ ഒന്നുമല്ല, ജസ്റ്റ് നമുക്കത് കുക്ക് ചെയ്യുന്ന സമയത്ത് തിരിച്ചിടാനും മറിച്ചിടാനൊക്കെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ അത് നമുക്കത്ര എളുപ്പമായിരിക്കില്ല അത് തിരിച്ചിടാനൊന്നും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുന്നത്. അതുപോലെ കാണാനായാലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചിലർ ടൂത്ത് പിക്ക് വെച്ചിട്ട് ബ്രസ്റ്റ് പീസിലേക്ക് കുത്തി വെക്കാറുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു നൂല് വെച്ച് കെട്ടുകയാണ് ചെയ്തത്. ഇനി നമുക്കിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 2 മണിക്കൂറൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് ചിക്കനിലോട് നന്നായിട്ട് മസാല പിടിക്കുക. മിനിമം ഒരു 1-1.5 മണിക്കൂർ എങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷം ഒരു കുക്കർ എടുത്ത് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് താഴെ വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കാം. നമ്മൾ ബ്രസ്റ്റ് പീസ് താഴെ വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്താണ് മാംസം കൂടുതൽ. അതുകൊണ്ടാണ് നല്ലതുപോലെ കുക്കാകാൻ വേണ്ടി നമ്മൾ തിരിച്ച് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിൽ വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. 2 വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം.
അങ്ങനെ പ്രഷർ പോയതിന് ശേഷം നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്തു. ഇതാ കണ്ടില്ലേ, അതിൻ്റെ മാംസം ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ലതുപോലെ നമ്മുടെ ചിക്കൻ കുക്കായിട്ടുണ്ട്. ഇനി വളരെ പതിയെ മാത്രം നമുക്ക് ചിക്കൻ അതിൽ നിന്നും എടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. കാരണം പതിയെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓരോ ഭാഗം ചിലപ്പോൾ അടർന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. നന്നായി കുക്കായിട്ടുള്ള ചിക്കൻ ആണല്ലോ. പിന്നെ കുക്കറിൽ ഇട്ടിട്ട് നമ്മൾ 2 വിസിലടിക്കുമ്പോൾ ചിക്കൻ അടി പിടിക്കുന്നൊന്നും പേടിക്കുന്നു വേണ്ട. കുക്കറിൽ നമ്മൾ ചിക്കനിൽ ഇറങ്ങിയിട്ടുള്ള വെള്ളവും ഓയിലും അതുപോലെ ആ ഒരു നെയ്യൊക്കെ ഇതാ കണ്ടില്ലേ, നന്നായിട്ട് നമ്മുടെ കുക്കറിൻ്റെ അടിയിലുണ്ടായിരുന്നു. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നോൺ സ്റ്റിക്ക് പാനിലാവുമ്പോൾ നന്നായിട്ട് നമുക്ക് അടി പിടിക്കാതെയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ആ വെള്ളം, കുക്കറിലത്തെ വെള്ളം ഒന്ന് വറ്റിച്ച് അതിലുള്ള ആ നെയ്യും ആ ഓയിലും ഒക്കെ ഒന്ന് ചെറുതായി ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മുടെ ചിക്കൻ പതിയെ വെച്ച് കൊടുക്കാം. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട്, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗവും ചെറുതായി ഒന്ന് കളർ ചേഞ്ചായി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ വേറെ എക്സ്ട്രാ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ആ കുക്കറിൽ നിന്ന് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ വെള്ളം വറ്റിച്ചിട്ടുള്ള ആ നെയ്യും അതുപോലെ എണ്ണയൊക്കെ ഉണ്ടല്ലോ, അതിലിട്ടിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ എല്ലാ ഭാഗവും നമ്മൾ പതിയെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് അതുപോലെ ആ ഒരു എണ്ണ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സൈഡിലേക്കൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ആ ചെറിയ ഒരു ബ്ലാക്ക് കളറായിട്ട് വരുന്നത് നമ്മൾ പഞ്ചസാര മസാലയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ആ പഞ്ചസാര കാരമലായിട്ട് വരുന്നതാണ് കേട്ടോ ആ ഒരു കളറ്, അല്ലാതെ കരിഞ്ഞു പോയതൊന്നല്ല, ആ കാരമലൈസ് ആയിട്ട് വരുന്നതിൻ്റെയാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ആ ഒരു പഞ്ചസാര ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ മസാല, ഈ ഒരു ചിക്കൻ്റെ മസാല കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ പതുക്കേനിങ്ങനെ പാത്രവും ഒക്കെ ചെരിച്ച് കൊടുത്തിട്ടാണ് എല്ലാ ഭാഗവും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫുൾ ചിക്കൻ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഒരു ഭാഗം പോലും കുക്കായിട്ടുണ്ടോ എന്നുള്ള പേടിയൊന്നും വേണ്ട. കാരണം ഓൾറെഡി നമ്മൾ ഫുള്ളായിട്ട് കുക്കറിലിട്ട് 2 വിസിൽ അടിച്ച് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതുപോലെ നമ്മൾ പുറമേ മൊത്തം നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ. ഇനി നമുക്ക് ഇത് കഴിക്കാൻ പോകുന്നതിന് മുമ്പേ തന്നെ അതിൻ്റെ അതിന് നമ്മൾ കാല് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ നൂലൊന്ന് കട്ട് ചെയ്ത് മാറ്റി കളയാം. അപ്പോൾ നമ്മൾ ഫുഡ് കളർ ആഡ് ചെയ്തുകൊണ്ടാണ് മുഴുവനായിട്ടും റെഡ് കളറായിട്ട് ഇരിക്കാത്തത്. കാരണം നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ഫുഡ് കളർ ആഡ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആഡ് ചെയ്യാത്തതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു റെഡ് കളർ നമുക്ക് ചിക്കനിൽ കിട്ടും. കണ്ടില്ലേ, ഉൾഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു മസാലക്കൂട്ട് തേച്ചിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് അത് പൊട്ടിച്ചെടുക്കാൻ എത്ര ബുദ്ധിമുട്ട്. കുക്കാകാത്തതല്ല കേട്ടോ, നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ആ പുറമത്തെ ആ ഒരു ക്രിസ്പിനെസ്സും ഉള്ളിൽ നല്ല ഒരു സോഫ്റ്റ് ചിക്കനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി ഈ ഒരു ചിക്കൻ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഉള്ളിലോട്ട് നമ്മൾ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതുകൊണ്ട് തന്നെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.